അപ്പോൾ ജീഷ്മാസ് കിച്ചൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ എടയൂർ പാങ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മലയിൽ ഫാം ഹൗസിലേക്കാട്ടോ. ഇവിടെ എൻട്രി ഫീസ് 100 രൂപയാട്ടോ. അപ്പോൾ രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ ഇത് ഓപ്പൺ ആണ്. മലയിൽ ഫാം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് റിസോർട്ടുകൾ, ഡോർമെട്രീസ്, പാർക്ക്, ഫുട്ബോൾ ഗ്രൗണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന പലതും അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അടിപൊളി കുതിരസവാരിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. കുതിരസവാരിയൊക്കെ സൗജന്യമാണ്. നമ്മൾ ഈ കൊടുക്കുന്ന 100 രൂപ കൊണ്ട് നമുക്കവിടെ എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ വരുന്നവരായിരിക്കും കൂടുതൽ. കുറച്ചും കൂടി ഭംഗി നമുക്ക് വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും. അവിടെ സ്വിമ്മിംഗ് പൂളും അതുപോലെ ഒരുപാട് സെൽഫി പോയിന്റുകളൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളിന് ഒരാൾക്ക് 100 രൂപയാട്ടോ അവർ ഈടാക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് പാർക്കിലേക്കാട്ടോ. പാർക്കിലേക്ക് പോകുന്ന വഴിയിൽ അത് ആർച്ച് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഒരു വ്യൂ ആട്ടോ അതിനുള്ളിലൂടെ നടന്നു പോകുമ്പോൾ. ഇനി നമ്മൾ പാർക്കിലേക്ക് കയറി കഴിഞ്ഞാലും അവിടെ അറിയിപ്പുകൾ ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് 4 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ താഴെ നിന്നൊക്കെ നമ്മളവിടെ അറിയിപ്പ് ബോർഡുകൾ അവർ വെച്ചിരിക്കും. അതനുസരിച്ചിട്ടാണ് ഓരോ കുട്ടികളും ഓരോ റൈഡിലും കയറുന്നത് കേട്ടോ. ഇവിടെ പാർക്കും മറ്റു കാര്യങ്ങളും മാത്രമല്ല, കുറഞ്ഞ ക്യാഷിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റിസോർട്ടുകൾ, ഡോർമെട്രീസ് ഒക്കെ ഇതിനുള്ളിലുണ്ട്. അവർക്ക് അവിടെ താമസിക്കുന്നവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജിം തന്നെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി റിസോർട്ടിലും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. രണ്ട് 3 കഫ്റ്റേരിയ കൂടി ഇതിനുള്ളിലുണ്ട് കേട്ടോ. സ്നാക്സ്, കോഫിയൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലാതെ ഒരു ഫുൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാട്ടോ. ഒരുപാട് ഗെയിമുകളുണ്ട് അവിടെ കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. മുതിർന്നവർക്ക് പടംവലി, ഫുട്ബോൾ, അങ്ങനെ പല സെക്ഷനും ഉണ്ട് അവിടെ. കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ രീതിക്ക് അനുസരിച്ചുള്ള ഓരോ ഗെയിമുകൾ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇതിലെല്ലാം പങ്കെടുക്കാൻ പറ്റും. നമുക്കതിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതിൽ ഓരോ അറിയിപ്പ് ബോർഡുകൾ ഉണ്ടാവും, മുതിർന്നവർ, കുട്ടികൾ എന്നൊക്കെ. അതിനനുസരിച്ച് നമുക്ക് ഓരോ റൈഡിലും കയറാവുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ളത് സ്പിൻ ആൻഡ് വിന്ന്, അതുപോലെ ഒരുപാട് ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനനുസരിച്ചുള്ള പ്രൈസ് അവർ നമുക്ക് തരും. കൃത്യസമയത്തിനുള്ളിൽ അവർ പറഞ്ഞ ടൈമിനുള്ളിൽ നമ്മളത് പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കുട്ടികളെ ആകർഷിപ്പിക്കുന്ന 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ റൈഡും കാര്യങ്ങളും അല്ലാതെ തന്നെ പഴയ വാഹനങ്ങൾ പെയിൻ്റ് അടിച്ച് നല്ല കളർഫുള്ളായ പെയിൻ്റൊക്കെ അടിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 2-3 വാച്ച് ടവർ കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ വാച്ച് ടവർ കേട്ടോ. ഇതിന് മുകളിലേക്ക് കയറുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. 10 പേരിൽ കൂടുതൽ കയറാൻ പാടില്ല, അങ്ങനെ ഒരുപാട് അറിയിപ്പുകൾ അവിടെ ഉണ്ടായിരിക്കും. ഇതിന് മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ്. ആ ഫാം ഹൗസ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫാം ഹൗസ് മാത്രമല്ല, ആ പാങ് എന്ന സ്ഥലം മൊത്തത്തിൽ നമുക്ക് അവിടെ പോയിരുന്നൊന്ന് കാണാൻ കഴിയും. സന്ധ്യകളിൽ, അതായത് വൈകുന്നേരത്തായിരിക്കും കൂടുതൽ അവിടെ ഭംഗി. നല്ല തണുത്ത കാറ്റായിരിക്കും. വെറും 100 രൂപയ്ക്ക് കുട്ടികൾക്ക് ഇത്രയധികം നേരം സ്പെൻഡ് ചെയ്യാനും ഒരുപാട് റൈഡുകൾ, ഏതൊക്കെ റൈഡുകളിലാണ് കയറേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ അവർക്ക് അവിടെ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ. ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്.
എൻ്റെ യാത്രാവിശേഷം ഇവിടെ അവസാനിക്കുന്നു. ഇനിയും ഇതുപോലുള്ള കുഞ്ഞു യാത്രകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.